നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ ആപ്പിലായി പോയ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയേ ഉള്ളൂ, അത് BJP ആണ്. അയ്യപ്പ സംഗമം കഴിഞ്ഞതോടെ ഹൈന്ദവ സമുദായത്തിലെ രണ്ട് പ്രബല സമുദായിക സംഘടനകൾ LDFനും പിണറായിക്കും പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി വെട്ടിലായത് BJP ആണ്. സമുദായ സംഘടനകളെ പ്രീണിപ്പിച്ച് BJPക്കൊപ്പം നിർത്താനാണ് രാജീവ് ചന്ദ്രശേഖരെ പോലെ ഒരു വലിയ ബിസിനസ്സുകാരനെ, എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന് ഇതിനു മുമ്പ് പ്രത്യേക താല്പര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന പുറത്തു നിന്ന് വന്ന മലയാളിയായ രാജീവ് ചന്ദ്രശേഖരെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് ഈ സമുദായ സംഘടനകളൊക്കെ ഒന്ന് സ്വാധീനിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഒരു സമുദായ സംഘടനയുമായും നല്ല ബന്ധം പുലർത്താൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ അവശേഷിക്കുന്ന പ്രതീക്ഷയായ NSSും പിണറായിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തെക്ക് വടക്ക് നോക്കുകയാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം. BJPക്ക് സംസ്ഥാനത്ത് ശക്തമായ വോട്ട് ബാങ്കുകൾ ഇനിയും സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് അവരുടെ ഒരു രാഷ്ട്രീയ പോരായ്മയാണ്. യഥാർത്ഥത്തിൽ BJPക്ക് സംസ്ഥാനത്ത് വോട്ട് ബാങ്ക് ഇല്ല എന്ന് തന്നെ പറയാം. കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങൾ അവരുടെ വോട്ട് ബാങ്കാണ്. CPMനും ഇടതുപക്ഷത്തിനും ഈഴവജാതി പിന്നോക്ക വിഭാഗങ്ങൾ അവരുടെ വോട്ട് ബാങ്കാണ്. BJPക്ക് ഉണ്ടായിരുന്ന ഏക വോട്ട് ബാങ്ക് സവർണ ഹിന്ദു, പ്രത്യേകിച്ച് നായർ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കായിരുന്നു. അതാകട്ടെ ഇത്തവണ LDFനും കോൺഗ്രസിനും BJPക്കുമായി വിഭജിച്ച് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ BJP പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സീറ്റുകളൊന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞുവെന്ന് വരില്ല. കേരള രാഷ്ട്രീയം ഒട്ടും പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാളെ സംസ്ഥാന അധ്യക്ഷനാക്കിയതാണ് ഇപ്പോൾ തങ്ങൾക്ക് പറ്റിയ തെറ്റെന്നാണ് ചില BJP നേതാക്കൾ അടക്കം പറയുന്നത്. കേന്ദ്ര നേതൃത്വം കാര്യമായി ആലോചന കൂടാതെയാണ് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതത്രേ. സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെയുള്ള ഹിന്ദു സമുദായ സംഘടനാ നേതാക്കളെയും ഒന്ന് പ്രീണിപ്പിക്കാൻ പോലും കഴിയാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പല BJP നേതാക്കളും അടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് കാര്യമായ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ സാധ്യത കാണുന്നില്ലെന്നും ഈ അവസ്ഥയിൽ വളരെ പരിതാപകരമായ ഒരു ഫലമേ BJPക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ഇവർ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ സുകുമാരൻ നായരെ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കാണാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം കാണാൻ സമ്മതിച്ചില്ല എന്നുള്ള ഒരു സംസാരവുമുണ്ട്. ഏതായാലും BJPക്ക് അക്കിടി പറ്റിയ അവസ്ഥയിലാണ്. പന്തളത്ത് നടത്തിയ അയ്യപ്പ സംഗമം വേണ്ടത്ര വിജയിച്ചില്ല. CPMന്റെ അയ്യപ്പ സംഗമം വിജയിച്ചില്ലെങ്കിലും അതുകൊണ്ടൊരു ഓളമുണ്ടാക്കാൻ പിണറായി വിജയന് നന്നായി കഴിയുകയും ചെയ്തു. ഇത്തവണ ഹിന്ദു വോട്ടുകൾ തൂത്തുവാരിക്കൊണ്ട് 3-4 MLAമാരെ സൃഷ്ടിക്കാനുള്ള BJPയുടെ നീക്കത്തെ പിണറായി വിജയൻ കടക്കിൽ വച്ച് തന്നെ വെട്ടിയെന്നാണ് ചില BJP നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് പിണറായിയുടെ നീക്കം മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനോ അതിനനുസരിച്ച് ഒരു പ്രതിരോധ നിര പരുത്തുയർത്താനോ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ള പരാതി ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അയ്യപ്പ സംഗമവും ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള പിണറായിയുടെ ശ്രമവും ഏതാണ്ട് ഫലം കണ്ടു തുടങ്ങിയ അവസ്ഥയിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കാരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച സീറ്റുകൾ CPM തന്നെ നിലനിർത്തുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിയമം പോലും BJPക്ക് അടുത്ത തവണ ജയിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നുള്ള ശക്തമായ സൂചനകൾ ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിൽ പിണറായി വിജയൻ നേടിയ നേട്ടം BJPയെ ആകെയൊന്ന് ഉലച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ നേർക്കാണ് എല്ലാ പഴികളും ചെല്ലുന്നതും. കാരണം അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയം അത്രയ്ക്ക് പിടിയില്ലെന്നും ചില ഉപദേശികളുടെ വാക്കുകൾ കേട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിക്കാൻ OBC മോർച്ചയെ ചുമതലപ്പെടുത്തിയതെന്നും ഈഴവ സമുദായം പോലൊരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ കിട്ടുന്ന അവസരം രാജീവ് ചന്ദ്രശേഖർ കളഞ്ഞു കുളിച്ചു എന്നൊക്കെയാണ് BJP നേതാക്കൾ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിരുദ്ധ BJP നേതാക്കൾ അടക്കം പറയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു, BJPക്ക് പ്രതീക്ഷിച്ച പോലൊരു നേട്ടം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്.